നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ബിജെപിക്ക് ഹാട്രിക് വിജയമെന്ന എക്സിറ്റ് പോളുകൾ തള്ളി ഇന്ത്യ സഖ്യം. മോദി പോളെന്ന് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. 295 സീറ്റുകൾ ലഭിക്കുമെന്ന് വിലയിരുത്തൽ. ആത്മവിശ്വാസത്തിൽ NDA ക്യാമ്പ്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമോ എന്നതിൽ ചർച്ചകൾ സജീവം. പോൾ ഫലങ്ങൾക്ക് പിന്നിൽ പ്രത്യേക രാഷ്ട്രീയമുണ്ടെന്ന് EP ജയരാജൻ. BJP അക്കൗണ്ട് തുറക്കില്ലെന്നു K സുധാകരൻ. തൃശൂരിൽ BJP 2ാം സ്ഥാനത്തെത്തിയാൽ കുറ്റക്കാരൻ പിണറായി എന്ന് K മുരളീധരൻ. അരവിന്ദ് കെജ്രിവാൾ തിരികെ ജയിലിൽ. മടക്കം രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം. മോദി സർക്കാർ അധികാരത്തിൽ വരില്ലെന്ന് കെജ്രിവാൾ. ജാമ്യ ഹർജിയിൽ വിധി 7-ന്. അരുണാചൽ പ്രദേശിൽ BJPക്ക് ഭരണ തുടർച്ച. സിക്കിം തൂത്തുവാരി SKM 32-ൽ 31 സീറ്റും നേടി. പവൻകുമാർ ചാലിങ്ങിന് 2 മണ്ഡലങ്ങളിലും പരാജയം. ഉഷ്ണതരംഗത്തിൽ ഉത്തരേന്ത്യ. ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. സൂര്യാഘാതത്തിൽ മരണം 96. സാഹചര്യം വിലയിരുത്തി പ്രധാനമന്ത്രി. സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. കുരുന്നുകളെ സ്വീകരിക്കാൻ വിദ്യാലയങ്ങൾ തയ്യാർ. പ്രവേശനോത്സവം കൊച്ചിയിൽ. PTA ഫണ്ട് പിരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി. ഘടകകക്ഷിയായി മുന്നണിയുടെ മന്ത്രിയായി 2.5 വർഷക്കാലം ഇരിക്കാനുള്ള അവസരം ലഭിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും പഴയ രാവണത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? മുസ്ലിം ലീഗിലേക്കെന്ന വാർത്ത തള്ളി അഹമ്മദ് ദേവർകോവിൽ. പിന്നിൽ പാർട്ടി പുറത്താക്കിയവരെന്ന് വിശദീകരണം. വാർത്ത തള്ളി മുസ്ലിം ലീഗ് നേതൃത്വവും. മുസ്ലിം ലീഗ് ഒരാളുമായും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല. ഹലോ വിധികാത്ത് രാജ്യം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. BJP ഹാട്രിക് വിജയം നേടുമെന്ന എക്സിറ്റ് പോളുകൾ തള്ളി ഇന്ത്യ സഖ്യം. എക്സിറ്റ് പോളുകൾക്ക് വിശ്വാസ്യതയില്ലെന്ന് പ്രതികരിച്ച നേതാക്കൾ ഇന്ത്യ സഖ്യം വലിയ വിജയം നേടുമെന്നും അവകാശപ്പെട്ടു. എക്സിറ്റ് പോളുകളെ തള്ളി രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നു. എക്സിറ്റ് പോളുകളല്ല, ഇത് മോദി പോളാണെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. ഇന്ത്യ മുന്നണിക്ക് 295 സീറ്റുകൾ ലഭിക്കുമെന്നും അധികാരത്തിലേറുമെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. इसका नाम एक्सिट पोल नहीं है, इसका नाम मोदी मीडिया पोल है. ये मोदी जी का पोल है, फैंटेसी पोल है उनका. सर कितनी सीटें आ रही हैं आपके हिसाब से? सरकार बन रही है. सिद्धू मूसेवाला का सॉन्ग सुना आपने? 295. इसका नाम एक्सिट पोल नहीं है, इसका नाम मोदी मीडिया पोल है. ये मोदी जी का पोल है, फैंटेसी पोल है उनका. सर कितनी सीटें आ रही हैं आपके हिसाब से? सरकार बन रही है. सिद्धू मूसेवाला का सॉन्ग सुना आपने? 295. മനു ഭരത് വിവരങ്ങൾ പങ്കുവെക്കും. മനു, ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം. കാരണം നേരത്തെയുള്ള പല എക്സിറ്റ് പോളുകൾ 2004 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എക്സിറ്റ് പോളുകളിൽ ഉണ്ടായ പരാജയം. എക്സിറ്റ് പോളുകൾ അക്യുറേറ്റ് ആയിരുന്നില്ല എന്ന വാദം. പക്ഷേ അപ്പോഴും എല്ലാ പോളുകളും ഒരുപോലെ വിജയം പ്രഖ്യാപിക്കുന്നത് NDAക്കാണ്. അത് ചങ്കിടിപ്പിക്കുന്നില്ലേ ഇന്ത്യ മുന്നണിയുടെ? രഞ്ജിത്ത്, സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയെ അത് ആശങ്കാഭരിതരാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എക്സിറ്റ് പോളുകളെ അങ്ങനെ വിശ്വസിക്കേണ്ട എന്നൊരു പൊതു നിലപാട് ഇന്ത്യ സഖ്യം സ്വീകരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഘടകകക്ഷികളെല്ലാം ഈ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു.
രാഹുൽ ഗാന്ധി ഇത് വലിയ തോതിൽ പരിഹസിക്കുന്നു. ഇത് ഒരു മോദി മീഡിയ പുറത്തുവിട്ട പോളുകളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആക്ഷേപം. ഇതൊരു ഫാൻസി പോളാണ്, ഇതിൽ വിശ്വാസം അർപ്പിക്കേണ്ട. ഇനിയും 295 സീറ്റ് കിട്ടും, ആവശ്യമായുള്ള ആധികാരികമായ ഭൂരിപക്ഷം ഇന്ത്യ സഖ്യത്തിനുണ്ടാകും എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഉള്ളത്. മുസ്ലിം ലീഗിനെ പോലുള്ള സംഘടനകൾ ഏതായാലും ജൂൺ 4 കഴിയുന്നതോടെ കുറെ കൂടി ചിത്രം വ്യക്തമാകും, അതുവരെ കാത്തിരിക്കാം എന്ന നിലപാട് ആവർത്തിക്കുന്നു. അതേസമയം ഇത് BJP കേന്ദ്രങ്ങൾ കാണുന്നത് ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിലെ ആളുകൾ കൊഴിഞ്ഞു പോകാതിരിക്കാൻ നടത്തുന്ന ഒരു നീക്കമായി മാത്രമാണ് BJP ഇതിനെ വിലയിരുത്തുന്നത്. അങ്ങനെ അവർ പലയിടങ്ങളിലും പരസ്യമായി പറയുകയും ചെയ്യുന്നു. ഇത് ഇന്ത്യ സഖ്യം ത്തിന് കാര്യമായൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല, അത് അണികൾ അല്ലെങ്കിൽ ഈ ഘടകകക്ഷികളെ അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരുപക്ഷെ അവർ വിട്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് തടയാൻ വേണ്ടി ഉള്ള ഒരു പ്രതികരണം മാത്രമായി ഇതിനെ കണ്ടാൽ മതി എന്നാണ് അവരുടെ ഒരു നിലപാട്. അതേസമയം പ്രധാനമന്ത്രി ഇന്ന് ഈ അദ്ദേഹത്തിൻ്റെ ധ്യാനം പൂർത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ ഡൽഹിയിൽ തിരിച്ചെത്തി വിവിധ തരം യോഗങ്ങളിൽ പങ്കെടുത്തു. അദ്ദേഹം ഈ സൈക്ലോണുമായി ബന്ധപ്പെട്ടുള്ള യോഗവും ഉൾപ്പെടെ 7 യോഗങ്ങളാണ് ഇന്ന് അദ്ദേഹം അവിടെ വിളിച്ചു ചേർക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ BJP കേന്ദ്രങ്ങളിൽ വലിയ ആവേശവും ഉത്സാഹവും പലയിടത്തും ഈ ആഘോഷങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകളും ജൂൺ 4 ഉണ്ടാകുന്ന ഫലത്തെ സംബന്ധിച്ചുള്ള തയ്യാറെടുപ്പുകൾ ഒക്കെ ആയി BJP സഖ്യം പോകുമ്പോഴും ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയോടെ നിൽക്കുന്നു. പക്ഷേ ഇതിൽ ഒരു സംശയകരമായ കാര്യം, ഒരു എക്സിറ്റ് പോളിലും അങ്ങനെ ഒരു ശ്രദ്ധേയമായ ഒരു എക്സിറ്റ് പോളിലും ഇന്ത്യ സഖ്യത്തിന് ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന തരത്തിൽ വന്നിട്ടില്ല. ചില സഖ്യങ്ങളാകട്ടെ, ചില എക്സിറ്റ് പോളുകളാകട്ടെ 400 സീറ്റ് വരെയൊക്കെ BJPക്ക് കിട്ടും എന്ന് പ്രവചിക്കുന്നുണ്ട്. അത്തരത്തിൽ ടുഡേസ് ചാണക്യ പോലുള്ള ഏജൻസികൾ 400ഓളം സീറ്റുകൾ BJPക്ക് കിട്ടുമെന്നൊക്കെ പ്രവചിക്കുന്നു. ഒപ്പം ഇന്ത്യ സഖ്യത്തിൻ്റെത് 2 അക്കമായി ചുരുങ്ങുമെന്നൊക്കെയുള്ള പ്രവചനങ്ങൾ വരെ എക്സിറ്റ് പോളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലും ഇന്ത്യ സഖ്യത്തിന് ആശ്വാസകരമായൊരു പ്രവചനം അല്ല എക്സിറ്റ് പോളുകളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കൂടിയാലോചനകൾ നടക്കും. ഈ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു സാഹചര്യത്തെ അവലോകനം ചെയ്യാനുള്ള കൂടുതൽ ചർച്ചകളും ഒക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ സജീവമാകും. ജൂൺ 4 എല്ലാവരും ആവേശത്തോടെ തന്നെ കാത്തിരിക്കുന്നു എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം. ജൂൺ 4 കൃത്യമായ ഉത്തരം ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷ, അതിൽ ഇന്ത്യ സഖ്യം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നു. എക്സിറ്റ് പോളുകൾ ശരിയാവില്ല എന്ന ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ കീഴടങ്ങി. ഡൽഹി മദ്യനയ കേസിൽ ഇടക്കാല ജാമ്യ കാലാവധി അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് കെജ്രിവാൾ തിഹാർ ജയിലിൽ ഹാജരായത്. രാജ്ഘട്ടിലെ ഗാന്ധി സ്മാരകവും കൊണാട്ട് പ്ലേസിലെ ഹനുമാൻ ക്ഷേത്രവും സന്ദർശിച്ച ശേഷമാണ് തിഹാർ ജയിലിലേക്ക് കെജ്രിവാൾ മടങ്ങിയത്. മന്ത്രിമാരും മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രവർത്തകരും അദ്ദേഹത്തെ ജയിൽ ഗേറ്റ് വരെ അനുഗമിച്ചു. വൈദ്യപരിശോധനകൾക്കായി ഇടക്കാല ജാമ്യം 7 ദിവസം കൂടി നീട്ടണമെന്ന കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയിൽ റോസ് അവന്യൂ കോടതി ഇന്നലെ വാദം പൂർത്തിയാക്കിയിരുന്നു. കേസിൽ ഈ മാസം 5-ന് വിധി പറയും. 21 ദിവസം നീണ്ടുനിന്ന ഇടക്കാല ജാമ്യ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം അരവിന്ദ് കെജ്രിവാൾ തിരികെ തീഹാർ ജയിലിലേക്ക് മടങ്ങിയിരിക്കുന്നു. നേരത്തെ അദ്ദേഹം രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. അതിനു മുമ്പ് സിപിയിലെ ഹനുമാൻ ക്ഷേത്രത്തിലും അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്യുന്നു. വളരെ വികാരാധീനനായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മടക്കം. ആം ആദ്മി പ്രവർത്തകർ ഒരു വലിയ നിര അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു യാത്രയയപ്പ് നൽകുന്ന രീതിയിലായിരുന്നു ഈ ഒരു ജയിലിലേക്കുള്ള മടക്കം ആം ആദ്മി പ്രവർത്തകർ മാറ്റിയെടുക്കുകയും ചെയ്ത് അത്തരത്തിൽ വികാരാധീനനായി അദ്ദേഹം പ്രവർത്തകരോട് സംസാരിക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, കഴിഞ്ഞ 21 ദിവസം പാർട്ടിക്ക് വേണ്ടി മാത്രമല്ല രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചു, രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താൻ മുന്നിട്ടിറങ്ങുകയും ചെയ്തു. അത് എത്രത്തോളം ശരിയാണ് എന്ന് 4-ാം തീയതി വ്യക്തമാവുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ ഒരു വേളയിൽ 21 ദിവസം നീണ്ടുനിന്ന ഈ ഒരു പ്രചരണ വേളയിൽ തനിക്ക് മോദിക്കെതിരെയും ഒപ്പം തന്നെ BJPക്കെതിരെയും എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു അതെല്ലാം തന്നെ കൊണ്ടാകുന്ന വിധം വിശദീകരിക്കാൻ സാധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ താൻ തിരികെ ജയിലിലേക്ക് പോവുകയാണ്. ഇനി തനിക്ക് ജയിലിൽ വെച്ച് എന്തു സംഭവിക്കുമെന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. ജയിലിൽ വെച്ച് തനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം തുടങ്ങിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം വരികയും ചെയ്തു. കൂടാതെ തന്നെ ഈ എക്സിറ്റ് പോൾ ഫലത്തെയും അദ്ദേഹം വലിയ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു, പരിഹസിക്കുകയും ചെയ്തു. കാരണം എക്സിറ്റ് പോൾ ഫലം അത് ഒരു തരത്തിലും ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയല്ല, അത് മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ്. അത്തരത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള എക്സിറ്റ് പോൾ ഫലം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യഥാർത്ഥ ഫലം അത് 4-ാം തീയതി പുറത്തുവരും. അത് തെളിയിക്കുകയും ചെയ്തു. ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് തെറ്റാണ് എന്ന് 4-ാം തീയതി തെളിയും എന്നുള്ള ഒരു
പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, അദ്ദേഹം നേരത്തെ 7 ദിവസം കൂടി അദ്ദേഹത്തിന് ഈ ജാമ്യ കാലാവധി നീട്ടി നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീംകോടതി സമീപിച്ചിരുന്നു. പക്ഷേ അത് സാധ്യമല്ല എന്നുള്ളൊരു നിലപാട് സുപ്രീംകോടതി രജിസ്റ്റർ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ അപേക്ഷ തള്ളുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നുള്ള ആവശ്യപ്പെട്ട് നൽകുന്ന ഹർജി അത് ജൂൺ 7-നാണ് ഇനി പരിഗണിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് ഇനി ദീർഘനാളത്തേക്കുള്ള ഒരു ജാമ്യം അത് വ്യവസ്ഥ ചെയ്യപ്പെടുകയോ എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്. അത് ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് ഈ ഒരു കേസ് പരിഗണിക്കുകയും ചെയ്യുന്നത്. എന്തായാലും നമുക്കറിയാം, വിചാരണ കോടതിയെ നേരത്തെ സമീപിക്കണമെന്നുള്ളൊരു ആവശ്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത് അനുസരിച്ചാണ് ഹർജിയുമായി വീണ്ടും ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും റോസ് അവന്യൂ കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 7-ാം തീയതി ഈ കേസ് പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്തയുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടിയും ഒപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളും ഉള്ളത്. എന്തായാലും 21 ദിവസം നീണ്ട പ്രചരണത്തിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അരുണാചൽ പ്രദേശിലും സിക്കിമിലും അധികാര തുടർച്ച. അരുണാചൽ പ്രദേശിലെ 60 നിയമസഭാ മണ്ഡലങ്ങളിൽ 46 BJP നേടി. SKM തരംഗം ആഞ്ഞുവീശിയ സിക്കിമിൽ 32-ൽ 31 നേടിയാണ് പ്രേംസിംഗ് തമാങ് തുടർഭരണം നേടിയത്. അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഭരണ തുടർച്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം അരുണാചൽ പ്രദേശിൽ 60-അംഗ നിയമസഭയിലേക്ക് 50 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. കാരണം 10 സീറ്റുകളിൽ നേരത്തെ BJP മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കമുള്ളവർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 50 സീറ്റുകളിലേക്ക് ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നിരിക്കുന്നു. ഏതായാലും 60-അംഗ നിയമസഭയിൽ 46 സീറ്റുകൾ നേടിക്കൊണ്ടാണ് BJP അവിടെ ഭരണ തുടർച്ച നേടിയിരിക്കുന്നത്. NPPക്ക് 5 സീറ്റുകളിലാണ് വിജയിക്കാൻ സാധിച്ചത്. NCP 3 സീറ്റ് നേടി, സ്വതന്ത്രർ 3 സീറ്റ്, ഒപ്പം പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ 2 സീറ്റും നേടി. ഏതായാലും BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ ആധികാരികമായ വിജയമാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ 41 സീറ്റിലാണ് BJP വിജയിച്ചെങ്കിൽ അതിപ്പോൾ 46 എന്ന 5 സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് ആ വിജയത്തിന് ഏതായാലും BJP തിളക്കം കൂട്ടിയിരിക്കുകയാണ്. സിക്കിമിലേക്ക് വരികയാണെങ്കിൽ സിക്കിമിൽ ഒരു തരംഗം ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. SKM തരംഗം ഉണ്ടായിരിക്കുന്നു. ഭരണകക്ഷിയായ SKM 32-ൽ 31 സീറ്റുകൾ നേടിയാണ് അവിടെ ഭരണം പിടിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണയാണ് അവിടെ SDFന്റെ വർഷങ്ങൾ നീണ്ട ഏതാണ്ട് 24 വർഷം നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് അധികാരം പിടിച്ചത് SKM. പക്ഷേ അന്ന് 17 സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ 32-ൽ 31 വിജയിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല പ്രധാനപ്പെട്ട നേതാക്കളും SDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോൾ പരാജയം അറിഞ്ഞിരിക്കുകയാണ്. അതായത് പവൻ ചാംലിംഗ്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ദീർഘകാല മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് പവൻ ചാംലിംഗ്. 24 വർഷം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. 96 മുതൽ 2019 വരെ, അങ്ങനെ ഏതാണ്ട് 24 വർഷക്കാലം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. ആ 24 വർഷം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി കഴിഞ്ഞ തവണയാണ് SDF അധികാരത്തിന് പുറത്തു പോകുന്നതെങ്കിൽ അദ്ദേഹം നിയമസഭയിലേക്ക് വിജയിച്ചിരുന്നു. പക്ഷേ ഇത്തവണ 2 സീറ്റുകളിൽ മത്സരിച്ചു. ആ 2 സീറ്റുകളിലും അദ്ദേഹം പരാജയം സംഭവിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. പല പ്രധാനപ്പെട്ട SDFന്റെ നേതാക്കളും പരാജയം അറിഞ്ഞിരിക്കുന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം, ഇന്ത്യൻ നായകൻ ബൈച്ചുങ് ബൂട്ടിയ SDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹവും പരാജയം അറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു തേരോട്ടമാണ് ഇപ്പോൾ ഏതായാലും SKM സിക്കിമിൽ നടത്തിയിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. എക്സിറ്റ് പോളുകൾ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നാണ് പ്രവചിക്കുന്നതെങ്കിലും LDFും UDFും ഒരേ സ്വരത്തിൽ അക്കാര്യം തള്ളിക്കളയുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കോഴിമുട്ടയുടെ ആകൃതിയിലായിരിക്കും BJPക്ക് കേരളത്തിൽ ഉണ്ടാവുക. വട്ടപൂജയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തിലില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന പ്രശ്നമില്ല. ഇന്ത്യയിൽ എന്ത് തന്നെ ഭാവിയിൽ സംഭവിച്ചാലും നരേന്ദ്രമോദിക്കും BJPക്കും കേരളത്തിൽ കാലുകുത്താൻ കഴിയില്ല. അക്കാര്യം 101% കാര്യം. അത് പച്ച നുണയാണ്. യാഥാർത്ഥ്യവുമായി ഒരു പൊരുത്തവും ഇല്ലാതാണ്. ഞങ്ങളുടെ കടയിൽ നിന്നുള്ള വോട്ടിൻ്റെ ഒരു ഇറോഷനും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസിൻ്റേത് ഉണ്ടാകും എന്നുള്ളത് ഒരാശങ്ക തൃശ്ശൂരിലുണ്ടായിട്ടുണ്ട്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പത്മജ BJPയിലേക്ക് പോയതോടുകൂടി ഒരു വിഭാഗം കോൺഗ്രസ് മുരളിക്കെതിരായിട്ട് രംഗത്ത് വന്നു. BJPയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചത്. അത് ഏതെങ്കിലും പരിസ്ഥിതിയിൽ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിന് തന്നെയായിരിക്കും. പക്ഷേ BJPക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ ജയിക്കാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ കണക്ക് പ്രകാരം ജയിക്കാനും പോകുന്നില്ല. BJP അക്കൗണ്ട് തുറക്കാനുള്ള എന്തെങ്കിലും സാധ്യതകൾ ഇത്തവണ കേരളത്തിൽ താങ്കൾ കാണുന്നുണ്ടോ? BJPക്ക് കേരളത്തിൽ ഒരു സീറ്റും കിട്ടില്ല. അത് വെറും പ്രതീക്ഷ മാത്രമാണ്.
തൃശ്ശൂരും തിരുവനന്തപുരത്തുമൊക്കെ പ്രമുഖന്മാർ മത്സരിച്ചു എന്നല്ലാതെ അവിടെ ഇന്ത്യ മുന്നണിയിൽപ്പെട്ടവർ തന്നെയാണ് ജയിക്കാൻ സാധ്യത. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ ഒരു സാധ്യതയില്ല. 3 എന്ന് പറയുമ്പോൾ മൂന്നാമത്തേത് ഏതാണെന്ന് പോലും പറയാൻ എക്സിറ്റ് പോളുകാർക്കും പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യമുള്ളൊരു മണ്ഡലവും കേരളത്തിലില്ല. അല്ല, കിട്ടാവുന്നതാണ് എന്നേ പറയുന്നുള്ളൂ. കിട്ടും എന്ന് കിട്ടി എന്ന് പറയണമെങ്കിൽ എണ്ണിക്കഴിയണ്ടേ. ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല. UDF അങ്ങനെ അഭിപ്രായമില്ല. UDFും മുസ്ലിം ലീഗും ഒക്കെ മണ്ഡലം തലത്തിൽ അവരുടെ ബൂത്തിൽ നിന്ന് കിട്ടിയ കണക്കുകൾ വെച്ചാണ് വിശകലനം ചെയ്തത്. ഞങ്ങൾക്ക് അങ്ങനെ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്നൊരു കണക്ക് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടില്ല. എല്ലാ എക്സിറ്റ് പോളുകളും കേരളത്തിൽ വലിയ നേട്ടം UDF ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴും അതിലേറെ ചർച്ച ചെയ്യപ്പെടുന്നത് താമര കേരളത്തിൽ വിരിയും ചില മണ്ഡലങ്ങളിൽ എന്ന തരത്തിൽ എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളും ഒരുപോലെ പറയുന്ന കാര്യമാണ്. സ്വാഭാവികമായി 1 മുതൽ 3 വരെ എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായി എല്ലാ എക്സിറ്റ് പോളുകളിലും ഒരുപോലെ പറയപ്പെടുന്ന 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തിരുവനന്തപുരവും തൃശൂരുമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കും LDF പ്രവർത്തകർക്കുമെല്ലാം ആകാംക്ഷയോടെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണങ്ങളുമായി ഇന്ന് തന്നെ നേതാക്കളടക്കം രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 19 എന്ന UDFന്റെ നില ഇതുപോലെ തന്നെ തുടർന്നാലും ഒരു സീറ്റിലെങ്കിലും BJP വിജയിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ ചില വഴിത്തിരിവുകൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സ്വാഭാവികമായി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോൾ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ, അടിയൊഴുക്കുകൾ ചെറുതായിരിക്കുകയുമില്ല. അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും LDF നേതാക്കളും ഒരുപോലെ തന്നെ അതിന്റെ ഉത്തരവാദിത്തം പഴി പരസ്പരം ചാരിക്കൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം. ഏതെങ്കിലും വിധേനെ താമര വിരിയുന്ന സാഹചര്യമുണ്ടായാൽ, BJP അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യമുണ്ടായാൽ അതിന്റെ കുറ്റക്കാർ LDF മാത്രമായിരിക്കുമെന്ന് പറഞ്ഞ് UDF നേതാക്കളും UDFന്റെ നിരുത്തരവാദിത്തപരമായ സംഘടനാ തലത്തിലെ ദൗർബല്യം മൂലം സംഭവിച്ച ഒരു പിഴവായിരിക്കും BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞ് LDF നേതാക്കളും രംഗത്തെത്തേണ്ടത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വസ്തുതാപരമായി വിലയിരുത്തുമ്പോൾ BJP നേതാക്കൾക്ക് പോലും 3 സീറ്റുകളിൽ വിജയിക്കാനാകുമെന്ന തരത്തിലൊരു വിലയിരുത്തലിലേക്ക് യാഥാർത്ഥ്യബോധത്തോടെ മുതിർന്ന നേതാക്കൾ ആരും രംഗത്തെത്തിയിട്ടില്ല. ഒരുപക്ഷെ ചർച്ചകളിൽ സ്വന്തം പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നതിന്റെ ഭാഗമായി പാർട്ടിക്ക് അനുകൂലമായി പറയുമെങ്കിലും ഓഫ് റെക്കോർഡിലൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു സാധ്യതകളെപ്പറ്റി ആരും പറയുന്നില്ല. പരമാവധി 1 മുതൽ 2, ഇതിനപ്പുറത്തേക്ക് മൂന്നാമതൊരു സീറ്റിനെ കുറിച്ച് അവർ സ്വപ്നം പോലും കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. ഏതായാലും ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷയിലാണ് ഇപ്പോഴും. ഒപ്പം കേരളത്തിലും UDF തൂത്തുവാരുമെന്ന് അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വിശ്വാസയോഗ്യമല്ലെന്ന് EP ജയരാജൻ. ഒരിക്കൽ ചക്ക വീണ മുയൽ ചത്തതുകൊണ്ട് ഇപ്പോഴും അതാവണമെന്നില്ല. കേരളം മതനിരപേക്ഷതയുടെ മണ്ണാണ്. ഇവിടെ വർഗീയ ശക്തികൾക്ക് സ്ഥാനമില്ലെന്നും EP ന്യൂസ് 18നോട് പറഞ്ഞു. എങ്ങനെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ BJPയുടെ അക്കൗണ്ട് തുറക്കും എന്നാണ് പറയുന്നത്? എങ്ങനെയാണ് LDF അതിനെ നോക്കി? ഈ എക്സിറ്റ് പോളിൻ്റെ നിഗമനങ്ങളൊന്നും ശരിയായിട്ടുള്ളതല്ല. അവർ പറയുന്നത് എന്തോ വളരെ യാഥാർത്ഥ്യമാണെന്നുള്ള ബോധമെന്തോ നിലനിൽക്കുന്നുണ്ട്. അവർ പറഞ്ഞ പലതും ഒരു 70-75% തെറ്റായിരുന്നു, പലതും പെശകായിരുന്നു. ഇങ്ങനെ പിന്നെ ചക്ക വീണപ്പോൾ ഒരു മുയലിൻ്റെ തലയിൽ വീണുപോയി, അങ്ങനെ ചിലപ്പോൾ ചില കാര്യം ശരിയായി പോകുന്നു എന്നുള്ളതല്ലാതെ ഒരു വസ്തുതാപരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല ഇപ്പോൾ അവർ നടത്തിയിട്ടുള്ള പ്രവചനം. അത് വിശ്വാസയോഗ്യമല്ല. അല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചില രാഷ്ട്രീയ സംശയങ്ങൾ തന്നെ അതിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടത് വിശ്വസനീയമല്ല. ഇത് ഒട്ടനവധി സംശയങ്ങൾ കിടനിൽക്കുന്നതാണ് ഈ എക്സിറ്റ് പോളിൻ്റെ ഈ പ്രവചനങ്ങൾ. അല്ല, ഏതെങ്കിലും തരത്തിലുള്ളൊരു നേട്ടം BJPക്ക് ഉണ്ടായില്ല, അതിൻ്റെ കാരണക്കാർ ആരായിരിക്കും? BJPക്ക് എവിടെ നേട്ടമുണ്ടാകാൻ? BJPക്കെതിരായി ഇന്ത്യൻ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPക്ക് നേട്ടമുണ്ടായത് ഗുജറാത്തിലല്ലേ, അവിടെ പോയി നോക്കണ്ടേ? സംസ്ഥാനത്ത് BJPക്ക് അവർ കേരളത്തിൽ കുറച്ച് വോട്ട് നേടുന്നുണ്ട് ഇപ്പോൾ ചില പ്രദേശങ്ങളിൽ. അത് കോൺഗ്രസിൽ നിന്നും മറ്റുമുള്ള ഒഴുക്കിൻ്റെ ഫലമായിട്ടും തെറ്റായിട്ടുള്ള വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ച് ഈ കേരള സമൂഹത്തിലുണ്ടായിട്ടുള്ള വിഷം, അതിൻ്റെ ഫലമായിട്ട് കുറച്ച് ആളുകൾ പല സ്ഥലത്തും കൂടിയിട്ടുണ്ടാകും. അതെല്ലാം അധികകാലം നിലനിൽക്കുന്ന, അടിസ്ഥാനപരമായി നിലനിൽക്കുന്നതല്ല. കാരണം കേരള സമൂഹം ഒരു ഇടതുപക്ഷ മനസ്സിൻ്റെ സമൂഹമാണ്, മതനിരപേക്ഷതയുടെ നാടാണ്. അത്തരമൊരു നാട്ടിൽ BJP RSS സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ നയങ്ങൾക്ക് ഒരിക്കലും സ്വാധീനം ചെലുത്താൻ കഴിയുകയില്ല. ചിലപ്പോൾ ചില തെരഞ്ഞെടുപ്പിലൊക്കെ ജയിക്കുന്നുണ്ടെങ്കിലും അത് അധികം താമസിയാതെ തകർന്നു പോകും.
എക്സിറ്റ് പോൾ വിശ്വാസയോഗ്യമല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനും പ്രതികരിച്ചു. 2004 NDA അധികാരത്തിൽ എത്തുമെന്നായിരുന്നു പ്രവചനമെങ്കിലും UPA ആണ് അധികാരത്തിൽ വന്നതെന്നും ബാലൻ ഓർമ്മിപ്പിച്ചു. 2019 മോദി തരംഗം ഇത്തവണ ഇല്ല. കേരളത്തിൽ BJPക്ക് സീറ്റ് കിട്ടില്ലെന്നും വലിയ വിജയം LDFിനുണ്ടാകുമെന്നും ബാലൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല. ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ സംസ്ഥാനമായിരിക്കും എല്ലാ സീറ്റും ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന കേരളം. അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാകില്ല. ഈ കേരളമായിരിക്കും അതിന് ഒരു മാതൃക. അതിൽ LDFന്റെ പങ്കാളിത്തം എന്താണ്, UDFന്റെ പങ്കാളിത്തം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് 4-ാം തീയതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഒരു കാര്യം പറയാം, കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം LDFന് അനുകൂലമായിട്ടുണ്ടാവും. എക്സിറ്റ് പോളുകളിൽ വിശ്വാസമില്ലെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. BJP അക്കൗണ്ട് തുറക്കില്ല, ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കുമെന്നും സുധാകരൻ പ്രതികരിച്ചു. അതിപ്പം ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യത്തെ ആശ്രയിച്ചാണല്ലോ അതിൻ്റെ ഫലങ്ങളും പ്രഖ്യാപിക്കുക. അപ്പോൾ അവിടുത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ റീഡിംഗ് അതായിരിക്കാം. അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. ഞങ്ങൾക്കൊക്കെ പ്രതീക്ഷ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉത്തരേന്ത്യയിൽ BJP പുറകോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഇപ്പോഴും വിശ്വാസം. ഞങ്ങളെപ്പോഴും വിശ്വാസം കോൺഗ്രസിൻ്റെ മുന്നണിക്ക് ഒരുപക്ഷെ ഇതുവരെ അതിന് ആത്മാവ് വന്നില്ല എന്ന് ഓർമ്മ വേണം നിങ്ങൾക്ക്. അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ മുന്നണി ഇന്ത്യ യൂണിയന് ആത്മാവ് വന്നില്ല, വരാൻ പോകുന്നേയുള്ളൂ. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയം ആ മുന്നണിക്കുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ അർത്ഥം ഇന്ത്യ ഭരിക്കുമെന്നല്ല. വിശ്വാസമില്ലെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു. കുറച്ച് ആളുകളുടെ അഭിപ്രായമെടുത്ത് മൊത്തം വിലയിരുത്തലായി നൽകുന്നതിനോട് യോജിപ്പില്ല. ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യതയുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല, UDF 2020 അടിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. എക്സിറ്റ് പോളുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 1000 സാമ്പിൾ എടുത്തിട്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്ന നടപടിയോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇപ്പോഴല്ല, എല്ലാ കാലത്തും എൻ്റെ നിലപാട് അത് തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നിപ്പോഴും ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ 295 എത്തും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ എക്സിറ്റ് പോളുകളിൽ വിശ്വാസം അർപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നരേന്ദ്രമോദിക്കെതിരായ വികാരം ഇന്ത്യയിൽ ശക്തമാണ്. അതിൽ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു. ഇന്ത്യ മുന്നണിയോട് ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട്. എക്സിറ്റ് പോളുകളിൽ കൂടുതൽ ചർച്ച നടത്തേണ്ട കാര്യമില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാമും പറഞ്ഞു. BJP അക്കൗണ്ട് തുറക്കില്ലെന്നാണ് UDF വിലയിരുത്തൽ. അഹമ്മദ് ദേവർകോവിൽ ലീഗിലേക്ക് വരുന്നുവെന്ന പ്രചാരണം തള്ളി PMA സലാം പ്രതികരിച്ചു. ലീഗ് ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും സലാം പറഞ്ഞു. 48 മണിക്കൂറിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ. മറ്റന്നാൾ നമുക്ക് വ്യക്തമായി അറിയല്ലേ. അതവിടെ മുന്നിൽ കിടക്കുമ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് തർക്കിക്കേണ്ട ആവശ്യമുണ്ടോ? എക്സിറ്റ് പോൾ എല്ലാ കാലത്തും എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാറുണ്ട്. പലതും ചിലതൊക്കെ ശരിയായി വന്നിട്ടുണ്ട്, പലതും തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പം അതിനെ നമ്മൾ കാര്യം കൊടുത്തുകൊണ്ട് ഈ 48 മണിക്കൂർ അതിൽ ഡിബേറ്റ് ചെയ്തിട്ട് ആ സമയം നഷ്ടപ്പെടുത്തണ്ട. നമുക്ക് 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. എക്സിറ്റ് പോൾ ഫലം നിരാശപ്പെടുത്തുന്നതെന്ന് ഷിബു ബേബി ജോൺ. എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുള്ള ചരിത്രമുണ്ട്. ഫലം വരുമ്പോൾ അത് തെറ്റാണെന്ന് തെളിയുമെന്നാണ് പ്രതീക്ഷയെന്നും ഷിബു പറഞ്ഞു. ഇന്നലെ ദേശീയ തലത്തിലുള്ള എക്സിറ്റ് പോൾസ് പുറത്തുവരികയുണ്ടായി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നിരാശപ്പെടുത്തുന്നതാണ്. മുൻകാലങ്ങളിൽ 2014 അതിന് മുൻപും 2009 2004 ഒക്കെ എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത്തവണയും ആ നിലയിൽ ഫലം വരുമ്പോൾ വ്യത്യസ്തമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. കാത്തിരിക്കുന്നത് യഥാർത്ഥ ജനവിധിക്കായിട്ടാണെന്ന് ഷാഫി പറമ്പിൽ. വടകരയിൽ കംഫർട്ടബിൾ വിജയം നേടും. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന സർവേ ശരിയല്ല. കേരളത്തിൽ UDF മികച്ച വിജയം നേടുമെന്നും ഷാഫി പറഞ്ഞു. യഥാർത്ഥ ജനവിധിയാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. അതല്ല, ഒരിക്കലും തോന്നുന്നില്ല കേരളത്തിൽ BJPക്ക് 3 സീറ്റ് വരെയൊക്കെ പ്രവചിക്കുന്ന അതാണ് അവരുടെ ഒരു പാറ്റേൺ എങ്കിൽ ആ പാറ്റേൺ തന്നെയാവും രാജ്യമെമ്പാടും സ്വീകരിച്ചിട്ടുണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ അതങ്ങനെ അത്ര ഒരു ഫിറ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല.
കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മികച്ച വിജയം ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. 20 സീറ്റിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാവുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം വടകരയിൽ ഉണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എക്സിറ്റ് പോളുകൾ വിശ്വാസയോഗ്യമല്ലെന്ന് കോഴിക്കോട് LDF സ്ഥാനാർത്ഥി എളമരം കരീമും പറഞ്ഞു. എക്സിറ്റ് പോളുകൾക്ക് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ല. LDFന് 0 സീറ്റ് എന്നത് ചിലരുടെ ആഗ്രഹമാണ്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ലെന്നും എളമരം കരീം ന്യൂസ് 18നോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നമുക്കൊപ്പം ഇടതു നേതാവും കോഴിക്കോട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ ശ്രീ എളമരം കരീമാണുള്ളത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്നലെ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സിറ്റ് പോളുകൾ അതേപടി വിശ്വസിക്കാൻ പറ്റില്ല. അതിൽ ശാസ്ത്രീയമായ അടിസ്ഥാനമൊന്നുമില്ല. ഇപ്പൊ കേരളത്തിലെ നമ്മൾ അനുഭവം എടുത്താൽ 2021 തെരഞ്ഞെടുപ്പിൽ ചില ചാനലുകൾ നടത്തിയ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും LDFനെതിരായിരുന്നു. വോട്ട് എണ്ണുന്ന ദിവസവും അവരത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ പരാജയപ്പെടുമെന്ന് പറഞ്ഞ ആളുകൾ ജയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ യാതൊരു ആത്മവിശ്വാസക്കുറവുമില്ല. കോഴിക്കോട്ട് ചില പ്രശ്നങ്ങൾ ഇപ്പം UDF സ്ഥാനാർത്ഥി തന്നെ പറയുന്നു, പാർട്ടിക്കുള്ളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. വടകരയിലെയും വയനാട്ടിലെയും ആവേശം കോഴിക്കോട് ഉണ്ടായില്ല. കോഴിക്കോട് UDFന്റെ ഒരു യോജിച്ച പ്രവർത്തനം പൊതുവിൽ ഉണ്ടായിട്ടില്ല. നേതൃത്വ തലത്തിൽ അവർ മുന്നണിയൊക്കെയാണ്. UDF സ്ഥാനാർത്ഥിയുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. അവർക്ക് അദ്ദേഹത്തിന് തൃപ്തികരമാകുന്ന വിധത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രവർത്തിച്ചില്ല എന്നതൊരു വസ്തുതയാണ്. എത്ര വോട്ട് വിജയമാണ് LDF കോഴിക്കോട് മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നത്? എത്ര എന്ന് കൃത്യമായി എണ്ണം പറയുന്നില്ല. ഒരു 4 അക്ക നമ്പറിൽ ഭൂരിപക്ഷം ഉണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. എക്സിറ്റ് പോളുകൾ വിശ്വാസയോഗ്യമല്ലെന്ന് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ ന്യൂസ് 18നോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോളുകൾ പുറത്തു വരുമ്പോൾ നമുക്കൊപ്പം കോഴിക്കോട് MP MK രാഘവനാണുള്ളത്. എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിരിക്കുന്നു. മോദിയുടെ ഒരു തുടർച്ചയാണ് ദേശീയ തലത്തിൽ പല എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. എങ്ങനെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു പ്രതീക്ഷ ഈ സമയത്ത്? ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോൾ എല്ലാം ശരിയാവണമെന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ പല എക്സിറ്റ് പോളും റിസൾട്ട് വരുമ്പോൾ അതെല്ലാം അതിൽ മാറ്റം വന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ എക്സിറ്റ് പോളിനെ കുറിച്ച് പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഏതായാലും ഇന്ത്യ സഖ്യം ഒരു കനത്ത ഒരു മത്സരം കാഴ്ചവെച്ചു. നെക്ക് ടു നെക്കാണെന്ന് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ത്യ സഖ്യം തിരിച്ചു വരും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും അവരുടെ ഒരു അപ്രമാദിത്വം നിലനിർത്തുമെന്ന് പറയുന്നു. പക്ഷേ UP അടക്കം മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? ഈ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താണ് കോൺഗ്രസ് അടക്കം സഖ്യം രൂപീകരിക്കാൻ മുന്നോട്ട് പോയത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് ഇന്ത്യ സഖ്യം ശക്തമായി എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു മത്സരം നേരിട്ടു. ഇത് ഇന്ത്യ സഖ്യം തിരിച്ചു വരാനുള്ള ഒരു സമയമായി ഞങ്ങൾ തന്നെ കാണുകയാണ്. അതുകൊണ്ട് UPയിൽ പോലും ഒരു സൈസബിൾ നമ്പർ സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കിട്ടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ തെക്കേ ഇന്ത്യയിലാണ് 100 സീറ്റുകളടക്കം ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ 100 സീറ്റുകളിലധികം ലഭിക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചത്. പക്ഷേ കർണാടകത്തിലും തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ ഒരു BJP ഒരു പ്രഭാവം പ്രകടിപ്പിക്കുമെന്ന ചില റിപ്പോർട്ടുകൾ ഞാൻ പറഞ്ഞു. എക്സിറ്റ് പോൾ ഒരിക്കലും ശരിയായിട്ടില്ല. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ ശരിയായി കാണുമായിരിക്കും. അല്ലാതെ എക്സിറ്റ് പോൾ മാത്രം ആശ്രയിച്ചുള്ള പ്രവചനം അസാധ്യമാണ്. ഇത് കൗണ്ടിങ് 2 ദിവസം കൗണ്ടിങ് നടക്കാൻ വേണ്ടി പോവുകയാണ്. പൂർണ്ണമായി നമുക്കൊരിക്കലും എക്സിറ്റ് പോളിന്റെ ഇതിനെ വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യ സഖ്യം നല്ല മത്സരം കാഴ്ചവെച്ചു. അത് തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന് സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ കേരളത്തിലേക്ക് വന്നാൽ LDFന് 0 സീറ്റ് പ്രവചിക്കുന്ന എക്സിറ്റ് പോളുണ്ട്. 4 മുതൽ 5 സീറ്റുകൾ വരെ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുണ്ട്. അതിലേതായിരിക്കും? ഞാൻ പറഞ്ഞല്ലോ, എക്സിറ്റ് പോളൊന്നും ഒരിക്കലും നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാനോ വിശ്വസിക്കാനോ കഴിയില്ല. LDFന് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും നമുക്ക് എക്സിറ്റ് പോളിന്റെ പ്രവചനം അടിസ്ഥാനപ്പെടുത്തിയൊന്നും നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഇതിപ്പോൾ വന്ന എക്സിറ്റ് പോളിനെ വ്യത്യസ്തമായിട്ട് പറയുന്നു. 5 പേർ 5 രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് വിശ്വസിക്കും? അതുകൊണ്ട് ഒരു നല്ല മെജോറിറ്റിക്കാണ് ഇവിടെ ജയിക്കാൻ വേണ്ടി പോകുന്നത്. ഈ 2 ബിഗ് ഫൈറ്റ് മണ്ഡലങ്ങൾക്കിടയിൽ കിടന്ന ഒരു പ്രശ്നമാണ്. ഈ വടകരയും വയനാടും 2 വശം നിൽക്കുന്നു. ആവേശം പൂർണ്ണമായി അവിടേക്ക് കേന്ദ്രീകരിച്ചെന്നൊരു തോന്നുന്നു. അല്ല, ആവേശം അവിടെ നടന്നോട്ട് നല്ലതല്ലേ. ആവേശം ആരും മോശമെന്ന് പറയില്ല. ഇത് തെരഞ്ഞെടുപ്പാണല്ലോ പ്രധാനം, വോട്ട് ചെയ്യലാണല്ലോ പ്രധാനം. അത് ഏതായാലും തീർച്ചയായും UDF ഇവിടെ ജയിക്കും. ഈ ആൾക്കൂട്ടത്തിലും ആവേശത്തിലും മാത്രം കാര്യമില്ല. അല്ല, ഞാൻ പറഞ്ഞത് വോട്ടർമാരാണ് പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് ഇവിടെയും നല്ല മത്സര ബുദ്ധിയിലാണ് പ്രവർത്തിച്ചത് എല്ലാവരും. അതുകൊണ്ട് നല്ല രീതിയിൽ പോളിംഗ് നടന്നു. UDF ആ പോളിംഗിൽ മുമ്പിൽ നിന്നു ജയിക്കാൻ വേണ്ടി പോവുകയാണ്.
എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിന് കോഴിക്കോട് UDF വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. 2020 എന്നതിൽ കുറഞ്ഞ് മറ്റൊരു വിജയവും കേരളത്തിൽ UDF പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യ സഖ്യം രാജ്യം ഭരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഈ നിമിഷവും ആവർത്തിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലത്തെക്കുറിച്ച് ഒന്നും പറയാനുള്ള നീട്ടി മുഹമ്മദ് ബഷീർ. യഥാർത്ഥ ഫലം പുറത്തു വരട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. പറയുന്നത് അപക്വമാണല്ലോ. ഏതായാലും 2 ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് വരാൻ പോവുകയാണ്. അതല്ലാതെ എക്സിറ്റ് പോളിന്റെ പുറത്തൊരു എന്താ പറയുക 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു റിയാക്ഷൻ പറയുന്നതിൽ അർത്ഥമില്ല. നോക്കാം, അങ്ങനെ എന്താ വരുന്നത് നോക്കിയിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അഭിപ്രായം പറയുന്നതാണ് നിങ്ങൾക്കും എനിക്കും എല്ലാം പ്രയോജനം. അതായത് നമ്മൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ BJPക്ക് ഇവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇനി ബാക്കി റിസൾട്ട് കഴിഞ്ഞിട്ട് പറയും. കാരണം നമ്മളൊരു കണക്കൂട്ടൽ പ്രകാരം BJPക്ക് ഇവിടെ ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ വരട്ടെ. ന്യൂനപക്ഷ വോട്ടുകളിൽ ഞങ്ങൾ ന്യൂനപക്ഷ ജനവിഭാഗത്തിനെ കൂടി പ്രതിനിധിക്കുന്ന ഒരു പ്രധാന പാർട്ടിയാണ്. അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഇതിൽ BJPയിലാണെങ്കിലും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലാണെങ്കിലും അങ്ങനെ ഒരു ടേണ് ആ നിലയിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വോട്ട് ഏത് കാലത്തും UDFന്റെ കൂടെ നിന്നതാണ്. അങ്ങനെ തന്നെ ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. CPM മത അല്ലെങ്കിൽ ജാതീയത കൊണ്ട് കളിക്കുന്നു. BJPയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ എന്താണോ അതേ സംഗതി ഇവർ ചെയ്യുന്നു എന്നതാണ് വടകര നൽകുന്ന സന്ദേശം. അത് വളരെ തെറ്റായ ഒരു സംഗതിയുമാണ് അവർ ചെയ്യുന്നത്. അത് പിടിക്കപ്പെടാൻ പോകുന്നു, അല്ലെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ആ രാഷ്ട്രീയത്തെ ധാർമ്മികമായിട്ട് ചുതി അത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് പാലക്കാട് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പറഞ്ഞു. കേരളത്തിൽ 20 സീറ്റിലും UDF ജയിക്കും. ആലത്തൂരിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും രമ്യ പറഞ്ഞു. വലിയ ആവേശത്തോടു കൂടിയിട്ട് ആ റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ആലത്തൂരിലെ പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും. അതോടൊപ്പം തന്നെ ആലത്തൂരിലെ എന്നെ ഹൃദയത്തിലേറ്റി കൊണ്ടു നടക്കുന്ന എന്റെ ജനങ്ങളും. അത് വലിയ ആവേശത്തോടു കൂടി ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം അവരെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്ന വോട്ടുകളുടെ വിവരം അറിയാൻ ആലത്തൂരുകാർ വലിയ ആവേശത്തോടു കൂടി കാത്തു നിൽക്കുകയാണ്. അത് വിജയത്തിലേക്കുള്ള യാത്ര തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക, കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്, ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന സാധാരണക്കാരന് ഗുണപ്രദമുള്ള പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കണമെങ്കിൽ അത് കോൺഗ്രസിനാണ് സാധിക്കുക, അത് ഇന്ത്യ മുന്നണിക്കാണ് സാധിക്കുക എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഇപ്പൊ കാർഷിക മേഖലയിൽ നിങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇപ്പൊ പാലക്കാട് ജില്ല ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തെയും കർഷകരുടെ ഒരു അവസ്ഥ, സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതൊന്നും ജനം മറന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും, ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും. അതോടൊപ്പം തന്നെ കേരളത്തിൽ 20 സീറ്റും ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ്. അതിനകത്ത് ഒരു സംശയം വേണ്ട. ന്യൂസ് 18 ചാനലുകാരോട് നമ്മൾ വോട്ടെണ്ണാൻ പോകുന്ന സമയത്ത് കാലത്ത് നിങ്ങൾ ഏകദേശം ഒരു 4-4:30 ആകുമ്പോൾ നിങ്ങളുടെ യൂണിറ്റ് ഏകദേശം വർക്ക് ചെയ്ത് തുടങ്ങും. ഞങ്ങളും അവിടെ വോട്ടെണ്ണുന്ന സ്ഥലത്ത് ഉണ്ടാകും. അപ്പൊ നമുക്ക് നേരിട്ട് കാണുന്ന സമയത്ത് നമ്മൾ നേരിട്ട് സംവദിക്കുമ്പോൾ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം കോൺഗ്രസിനൊപ്പം ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെയായിരിക്കും. ഇടുക്കിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വർദ്ധിതമായ ഭൂരിപക്ഷത്തിൽ, ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ, ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ പറഞ്ഞിട്ടുള്ളതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ആ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോഴും ഉള്ളത്. നമ്മുടെ 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും UDFന് ലീഡുണ്ടാവും. ഭേദപ്പെട്ട ഒരു ലീഡ് തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു വിജയമായിരിക്കും ഇടുക്കിയിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇടുക്കിയിലെ പ്രാദേശിക വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് ഈ നാടിനോട് കാണിച്ചിട്ടുള്ള വഞ്ചനാപരമായ സമീപനത്തിനും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഒരു തിരിച്ചടി നൽകിയിട്ടുണ്ട്. കോട്ടയത്ത് വിജയം ഉറപ്പെന്ന് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ഭൂരിപക്ഷം എത്ര എന്നത് പ്രസക്തമല്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനം വിലയിരുത്തി ജനം UDFന് വോട്ട് ചെയ്തു എന്നും ഫ്രാൻസിസ് ജോർജ് ന്യൂസ് 18നോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വരാനിനി മണിക്കൂറുകൾ മാത്രം ബാക്കിയെന്ന് തന്നെ പറയാം. എന്നോടൊപ്പമുള്ളത് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജാണ്. എന്താണ് ഈ അവസാന മണിക്കൂറുകളിലെ ഒരു പ്രതീക്ഷ? തുടക്കം മുതൽ ഇപ്പോൾ അവസാനം വരെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ തന്നെയാണ്. കോട്ടയത്ത് UDF വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശങ്കയില്ല, പരാജയപ്പെടുമെന്നുള്ളൊരു ആശങ്കയില്ല. അപ്പുറത്ത് കേരള കോൺഗ്രസ് എമ്മും വലിയ വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ മത്സരിക്കുന്നവർക്ക് എല്ലാവർക്കും വിജയിക്കണമെന്നാണല്ലോ.
അപ്പോൾ അവരങ്ങനെ പ്രതീക്ഷിക്കുകയും അല്ലെങ്കിൽ ആശിക്കുകയും ഒന്നും ചെയ്യുന്നതിൽ ഒരു തെറ്റും പറയാനില്ല. സ്വാഭാവികമായിട്ടും അവരും പ്രവർത്തിച്ചിട്ടുണ്ട്, അവർക്കും വിജയപ്രതീക്ഷ ഉണ്ടാകാം. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വിലയിരുത്തുമ്പോൾ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം, ഇന്നത്തെ സംസ്ഥാന രാഷ്ട്രീയം, അതിൽ തന്നെ ഈ രണ്ട് ഗവൺമെൻറ്റുകളുടെയും പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ എതിർപ്പ്, UDF പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ, ഈ കാര്യങ്ങളിലെല്ലാം ജനങ്ങൾ വളരെ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതും വിലയിരുത്താൻ കഴിഞ്ഞതും അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും UDF കേരളത്തിലെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങൾ, കോട്ടയത്ത് മാത്രമല്ല 20 മണ്ഡലങ്ങളിലും വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ഒരുപാട് വോട്ട് കുറഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ് കോട്ടയം, അത് ബാധിക്കുമോ? അതിപ്പോൾ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന് പല കാരണങ്ങളുണ്ട്. അതെന്താണെന്നുള്ളത് കൃത്യമായി വിലയിരുത്തണമെങ്കിൽ റിസൾട്ട് വരണം. ഏതൊക്കെ ബൂത്തിൽ അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് വോട്ട് കൃത്യമായി കുറഞ്ഞിട്ടുള്ളത്. എല്ലായിടത്തും കുറവ് വന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് നമ്മുടെ ഒട്ടേറെ വോട്ടർമാർ നാട്ടിലില്ല എന്നുള്ളതാണ്. ഓരോ ബൂത്തിലും 10-100 വോട്ടുകൾ കുറവ് വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരെല്ലാവരും തന്നെ വിദേശത്തേക്ക് ജോലിയോ പഠനത്തിനോ ഒക്കെ ആയിപ്പോയി. ആ വോട്ടുകളൊന്നും തന്നെ ലിസ്റ്റിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടില്ല. ഇവിടെ മരണപ്പെട്ടു പോയ ആളുകളുടെ പേരുകൾ പോലും നീക്കം ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വോട്ട് കുറവ് എന്നുള്ളത് ഒരു വലിയ ഒരു ഇതായി തോന്നാം. പക്ഷേ കുറവ് എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ടെന്നാണ്, എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്താണെന്നുള്ളത് കൃത്യമായി വോട്ടെണ്ണിയാൽ മാത്രമേ മനസ്സിലാവൂ. എത്ര ഭൂരിപക്ഷം എന്നൊരു കണക്ക് കൂട്ടലുണ്ടോ? അങ്ങനെ കണക്ക് കൂട്ടുന്നില്ല. ഒരു മാന്യമായ രീതിയിലുള്ള ഒരു വിജയം ഉണ്ടാകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഭൂരിപക്ഷം ഒരു വലിയ പ്രശ്നമായി ഞാൻ കാണുന്നില്ല. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ളതാണ്. വലിയ ഭൂരിപക്ഷം നേടി മറ്റുള്ളവരെയൊക്കെ നിലംപരിശാക്കുക എന്നുള്ള അവകാശവാദമൊന്നുമില്ല. അതിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മൾ വിജയിച്ചാൽ വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്വമാണ് ജനങ്ങൾ നൽകുന്നത്. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും വലിയൊരു ഉത്തരവാദിത്വമാണ് നമ്മൾ ഏൽക്കാൻ പോകുന്നത്. അത് നല്ല നിലയിൽ നടത്തുക, ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും ഭൂരിപക്ഷം എത്ര എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് വിജയം ഉറപ്പ് എന്ന് തന്നെയാണ് ഫ്രാൻസിസ് ജോർജ് പറയുന്നത്. കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. തനിക്ക് രാജ്യസഭാ സീറ്റ് നൽകാൻ തീരുമാനിച്ചാൽ ആലോചിച്ച് മറുപടി പറയാമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. നേരത്തെ രാജ്യസഭാ സീറ്റും മന്ത്രിസ്ഥാനവും നൽകാമെന്ന് പറഞ്ഞത് താൻ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. പുതിയ സാഹചര്യത്തിൽ അങ്ങനെയൊരു അവസരം വന്നാൽ ആലോചിച്ച് തീരുമാനിക്കുമെന്നും തുഷാർ പറഞ്ഞു. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, പത്തനംതിട്ട സീറ്റുകൾ NDAയ്ക്ക് പ്രതീക്ഷയുണ്ട്. കേന്ദ്രത്തിൽ ഇത്തവണയും NDA വരുമെന്നും തുഷാർ തൃശൂരിൽ പറഞ്ഞു. 4ഓളം സീറ്റുകൾ NDAയ്ക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാമെന്നാണ് എക്സിറ്റ് പോളുകൾ കാണുന്നത്. അതുതന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കാൽക്കുലേഷനുകളും. ഏതാണെങ്കിലും ഇന്ത്യയിൽ മൊത്തത്തിൽ NDA ഏതാണെങ്കിലും 350 സീറ്റിന് മുകളിലായിരിക്കും ജയിക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ധാരണകൾ തന്നെയാണ്. NDAയുടെ സെൻട്രൽ കമ്മിറ്റി യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ഒരു സർവേ ഉണ്ട് BJPയുടെ ഡൽഹിയിൽ നിന്ന്. അതിൽ പറഞ്ഞിട്ടുള്ളത് ട്രിവാൻഡ്രം, കോട്ടയം, പത്തനംതിട്ട, തൃശ്ശൂർ ഈ 4 സീറ്റുകളാണ് അവിടെ കേന്ദ്രത്തിൽ നിന്ന് നടത്തിയിട്ടുള്ള സർവേയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഡിസ്കഷൻ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം അങ്ങനെയാണ്. ഈ 4 സീറ്റുകളാണ് കേരളത്തിൽ നിന്ന് 1-2 സ്ഥാനത്തേക്ക് എത്തുന്ന സീറ്റുകൾ എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇത് നേരത്തെ എനിക്ക് ഓഫർ ഉണ്ടായിരുന്നതാണ്, അന്ന് തന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത്. കാരണം അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പറയാൻ വേണ്ടി പോകുന്ന BDJS എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കിയത് എനിക്ക് MP ആകാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അന്ന് അവോയ്ഡ് ചെയ്തത്. ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒരു ഓഫർ വന്നാൽ ആ സമയത്ത് ആലോചിച്ച് തീരുമാനിക്കും. ഫലമറിയാൻ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വന്നു എന്നതാണ് കേരളത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഒടുവിൽ കാത്തിരുന്ന് ആ ദിവസം അങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പിനെ കുറിച്ച് പറയുകയാണ് ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫ്. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി ഒരു ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. സ്ഥാനാർത്ഥികളെല്ലാം എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്രയും ഒരു ലാഗ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു റിസൾട്ട് വരുന്നതിന് വേണ്ടി. സ്ഥാനാർത്ഥികളെല്ലാം അതൊരു ആകാംക്ഷയും കാത്തിരിപ്പിലും ഒക്കെയാണ്. നമ്മളോടൊപ്പം ഉള്ളത് ആലപ്പുഴയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി AM ആരിഫാണ്. ഒരു വലിയ ലാഗ് അല്ലേ? ഒരു നീണ്ട ലാഗായി പോയി. ലാഗെന്ന് പറഞ്ഞാൽ ഇത്രയും വേണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മാധ്യമപ്രവർത്തകർക്കും നിങ്ങൾക്കും എല്ലാവർക്കും അല്ലേ നമ്മളൊരു കാത്തിരിപ്പ്, ഇത്രയും നീണ്ടൊരു കാത്തിരിപ്പ് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലത്തിന് വേണ്ടി. തീർച്ചയായിട്ടും. പക്ഷെ എല്ലാവരും ഓരോ സ്ഥലത്തുമൊക്കെ പോയി അത് ഈ ഇത്രയും ബ്രേക്ക് ടൈം കംപ്ലീറ്റ് അവർ എൻജോയ് ചെയ്ത്. ഞാൻ പക്ഷേ എങ്ങും പോയില്ല. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കും പരിപാടികൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ പെട്ടെന്നാണ് ഇത്രയും ദിവസം തീർന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഇപ്പൊ എല്ലാവരും ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയെന്നൊക്കെ പറഞ്ഞു. നമ്മൾ എന്തിലിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിലൊരു ഇതുണ്ടാവില്ലേ, വന്നിട്ടില്ലല്ലോ, എന്താവുമായിരിക്കും എന്നൊക്കെ.
അല്ല, ആൻസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മനുഷ്യസഹജമായ ഒരു വികാരമാണ്. ആശങ്കകൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിങ്ങനെ എപ്പോഴും റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഇടവേള. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. 540 ലോക്സഭാ മണ്ഡലങ്ങളെയും തൊട്ടറിഞ്ഞ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാർത്താ ശൃംഖല ഇന്ത്യ എങ്ങോട്ട്, ഏറ്റവും വലിയ എക്സിറ്റ് പോളുമായി ന്യൂസ് 18. നാളെ വൈകിട്ട് 5 മണി മുതൽ ദ ബിഗ്ഗസ്റ്റ് എക്സിറ്റ് പോൾ. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. ഏതാണ്ട് 10 സർവേകൾ BJPക്ക് NDA സഖ്യത്തിന് 350 സീറ്റുകൾ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് തുടർച്ചയായ 3ാം തവണയും കേന്ദ്രത്തിൽ BJP തന്നെ അധികാരത്തിലെത്തുമെന്ന്, വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് തന്നെയായിരുന്നു പ്രവചനങ്ങൾ. ഏതായാലും നിലവിലെ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ കോൺഗ്രസ് തള്ളിക്കളയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ചർച്ചകളിലൊന്നും തന്നെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തില്ല. ഈ എക്സിറ്റ് പോൾ ചർച്ചകളൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വം ബഹിഷ്കരിക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്ന പ്രതികരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ശശി തരൂർ തന്നെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, BJP അക്കൗണ്ട് തുറക്കുമെന്നായിരുന്നു ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നത്. അപ്പോൾ ശശി തരൂർ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ഒട്ടും ശാസ്ത്രീയമല്ല ഈ എക്സിറ്റ് പോളുകൾ എന്ന പ്രതികരണം ശശി തരൂരിൻ്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഏതായാലും എക്സിറ്റ് പോളുകൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റം BJP നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ BJPയുടെ ഒരു മുന്നേറ്റം പ്രകടമാണ്. കേരളത്തിൽ 3 സീറ്റുകൾ വരെ കിട്ടും എന്ന പ്രവചനം എക്സിറ്റ് പോളുകൾ നടത്തുന്നുണ്ട്. തമിഴ്നാട്ടിലും സമാനമായ രീതിയിൽ 4 സീറ്റുകൾ വരെ NDAക്ക് ലഭിക്കാമെന്നാണ് എക്സിറ്റ് പോളുകൾ വ്യക്തമാക്കുന്നത്. ഒപ്പം കഴിഞ്ഞ തവണ സീറ്റുകൾ നേടാതെ പോയ സംസ്ഥാനമാണ് ആന്ധ്ര. 2014 TDPയുടെയുമായുള്ള സഖ്യത്തിൽ BJPക്ക് അവിടെ സീറ്റുകളുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വരും. എൽദ സൂചിപ്പിച്ച പോലെ ഇന്ത്യ മുന്നണി വലിയ പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ യോഗം ഡൽഹിയിൽ ചേർന്നിരുന്നു. ഈ യോഗത്തിന് ശേഷം ഉത്തരേന്ത്യയിൽ വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച യോഗത്തിലാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. ഈ സാഹചര്യത്തിൽ പൊതു ഇടങ്ങളിലും ആശുപത്രികളിലും ഫയർ ഓഡിറ്റ് നടത്തണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ഐഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, 90-ലധികം പേരാണ് ഉത്തരേന്ത്യയിൽ ഇതിനകം ഈ കൊടും ചൂടിൽ മരിച്ചത്. എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചു കഴിഞ്ഞു? പ്രധാനമന്ത്രി ഇടപെട്ട് ഒരു യോഗം വിളിച്ചിരുന്നു, കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. എന്താണ് ഒരു പൊതു സ്വഭാവം കാലാവസ്ഥയുടെ? രഞ്ജിത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് വരും ദിവസങ്ങളിലും ഉഷ്ണതരംഗം കൂടുമെന്ന മുന്നറിയിപ്പുള്ളത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗത്തിന് ചെറിയൊരു ശമനം ഉണ്ടാവും. എന്നാൽ രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ഇനിയും ഉഷ്ണതരംഗം തുടരുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. ഇപ്പോൾ നിലവിൽ ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ പേർ ഉഷ്ണതരംഗം മൂലം മരണപ്പെട്ടത്. 96 പേരാണ് ഒഡീഷയിൽ മാത്രം മരിച്ചത്. ഇതിൽ തന്നെ ഈ ഉയർന്ന താപനില കാരണം 150-ലധികം ആൾക്കാരാണ് മരണപ്പെട്ടത്. അതേസമയം ഉഷ്ണതരംഗം മാത്രമായി മരണപ്പെട്ടത് 56-ലധികം പേരാണ്. എന്നാൽ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ മധ്യപ്രദേശ്, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗം കൂടുന്ന ഒരു സാഹചര്യം ഉള്ളതിനാൽ മരണസംഖ്യ ഇനിയും കൂടുമെന്ന ഒരു ആശങ്കയുണ്ട്. എന്തായാലും റിമാൽ ചുഴലിക്കാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. പ്രതിരോധ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ യോഗത്തിൽ ചർച്ചയുണ്ടായി. എന്തായാലും വരും ദിവസങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം കൂടിയുണ്ട്. നമുക്കറിയാം, ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വെള്ളം, ഈ ഉയർന്ന താപനില മൂലം വെള്ളം കിട്ടാത്ത അവസ്ഥ പോലും ഉണ്ടായി. അതിനെതിരെ സംസ്ഥാന സർക്കാർ BJPയെ സമീപിക്കുകയൊക്കെ ഉണ്ടായി, അയൽ സംസ്ഥാനങ്ങളെ സമീപിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിൽ എന്തായാലും
വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഉഷ്ണതരംഗം 3 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും നാളെയോടുകൂടി അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി ഒരു ഉഷ്ണതരംഗത്തിന് ശമനം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ശരി. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാടിസ്ഥാനത്തിലും എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കും. അതേസമയം സ്കൂൾ PTIക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നു. PTA എന്നത് സ്കൂൾ ഭരണസമിതിയായി കാണരുത്. PTA ഫണ്ട് എന്ന പേരിൽ വലിയ തുക പിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും അത് അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു. കേരള വിദ്യാഭ്യാസ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. എൻട്രൻസ് കോച്ചിംഗ് സെന്ററുകളിൽ അമിത ഫീസ് ഈടാക്കുന്നതായി വ്യാപക പരാതിയുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ അമിത ഫീസ് വാങ്ങുന്നെന്നും പരാതിയുണ്ട്. ഈ വിഷയത്തിൽ സർക്കാർ കർശന ഇടപെടൽ നടത്തുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗിൽ ചേർന്നേക്കുമെന്ന വാർത്തകൾ തള്ളി മുൻ മന്ത്രി അഹമ്മദ് ദേവർ കോവിൽ. പുറത്തുവന്നത് വ്യാജ വാർത്തയാണെന്നും പാർട്ടി പുറത്താക്കിയവരാണ് വാർത്തയ്ക്ക് പിന്നിലെന്നും അഹമ്മദ് ദേവർ കോവിൽ പ്രതികരിച്ചു. വാർത്ത തള്ളി മുസ്ലിം ലീഗ് നേതൃത്വവും രംഗത്ത് വന്നു. മുസ്ലിം ലീഗിനെ തെറ്റായ നിലപാട് പ്രതിഷേധിച്ചുകൊണ്ട് ആ മുസ്ലിം ലീഗ് ഭരണത്തിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭരണത്തിന്റെ എല്ലാ സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് പ്രതിപക്ഷത്തേക്ക് ഇറങ്ങി വന്ന് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത ആളുകളാണ് ഞങ്ങളൊക്കെ. ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകകക്ഷിയായി മുന്നണിയുടെ മന്ത്രിയായി 2.5 വർഷക്കാലം ഇരിക്കാനുള്ള അവസരം ലഭിച്ചു. അത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും പഴയ രാവണത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? ഞാൻ ഒരു തരത്തിലുള്ള ചർച്ചയും ആരുമായും നടത്തിയിട്ടില്ല, ഒരിക്കലും നടത്താനും ആഗ്രഹിക്കുന്നില്ല. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തെ കണ്ടിട്ട് തന്നെ മാസങ്ങളായി. കോഴിക്കോട് ഒരു കല്യാണത്തിൽ വെച്ചാണ് ഒരു 5-6 മാസം മുമ്പ് കണ്ടത്. ഇപ്പോൾ സംസാരിച്ചു എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. ഇപ്പോൾ MLA-മാർ, അദ്ദേഹം MLA ആണ്, നിയമസഭയിൽ അബ്ദുൽ ഹുസൈൻ തങ്ങളും അതുപോലുള്ള MLA-മാരും കാണാറുണ്ട്, ഒരുമിച്ച് ചായ കുടിക്കാറുണ്ട്, ഒക്കെയുണ്ട്. അത് രാഷ്ട്രീയ ചർച്ചയായി അംഗീകരിക്കാൻ പറ്റുമോ? മുസ്ലിം ലീഗ് ഒരാളുമായും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടില്ല. മുസ്ലിം ലീഗിനെ പൊതുവായിട്ട് പറയാനുള്ള കാര്യം, മുസ്ലിം ലീഗ് ഒരു ജനാധിപത്യ മതേതര പ്രസ്ഥാനമാണ്. മുസ്ലിം ലീഗ് എപ്പോഴും അതിന്റെ ജനകീയ അടിത്തറ കൂട്ടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന സംഘടനയാണ്. ആ നിലയിൽ അദ്ദേഹം വരാനുള്ള നീക്കമുണ്ടെങ്കിൽ സ്വാഗതം. അത്രേ അതിനെപ്പറ്റി പറയാനുള്ളൂ. അതിനൊരു ക്ലാരിറ്റി വരട്ടെ. എന്തായിരുന്നാലും മുസ്ലിം ലീഗ് ഒരു പൊതുനയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് അതിന്റെ നയങ്ങളും പരിപാടികളുമായിട്ട് യോജിക്കാൻ കഴിയുന്ന ആളുകൾ വരികയാണെങ്കിൽ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുക മാത്രമാണ് ചെയ്യുക. അതതിന്റെ വസ്തുത എങ്ങനെയാണെന്ന് വെച്ചാൽ വരട്ടെ. അപ്പം നമുക്ക് അതിനനുസരിച്ച് കാണുകയും ചെയ്യാം. നമ്മുടെ സമീപനം ഇതാണ്. നമ്മൾ ആരും വരുമ്പോൾ സ്വാഗതം ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. അത് പിന്നെ അതിന്റെ ക്ലാരിറ്റി വരട്ടെ. പക്ഷെ ലീഗിന്റെ സമീപനങ്ങൾ എപ്പോഴും തുറന്നൊരു സമീപനമാണ്. അതറിയില്ല, അത് അങ്ങനെ ഒരു ചർച്ച നടന്നതായിട്ട് അറിയില്ല. KSU ക്യാമ്പിലെ അടിയിൽ റിപ്പോർട്ട് AICCക്ക് അയച്ചുവെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ. നടപടിയെടുക്കാതെ പോകാൻ കഴിയില്ല. KSU പ്രസിഡന്റിനെ മാറ്റണമോ എന്ന് ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ലെന്നും K സുധാകരൻ പറഞ്ഞു. ജുഡീഷ്യൽ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരായി പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ കുടുംബം. സർവകലാശാലയ്ക്കെതിരെ കയ്യിലുള്ള തെളിവുകൾ ജുഡീഷ്യൽ കമ്മീഷന് കൈമാറും. തെളിവ് സഹിതം സത്യം പുറത്തുവരും. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടതെന്നും കുടുംബം വ്യക്തമാക്കി. ഒരിക്കൽ സത്യം പുറത്തു വരും, ഉറപ്പായിട്ടും സത്യം പുറത്തു വരും. അതിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളുള്ള തെളിവുകളും സോളിഡായിട്ടുള്ള തെളിവുകളും അല്ലെങ്കിൽ മൊഴികളും കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്മീഷന് മുമ്പായിട്ട് വന്നത്. ഇടവേള. ോട് മല്ലികാർജ്ജുൻ ഖാർഗെ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കിയത് ഇന്ത്യ സഖ്യം 295 സീറ്റ് നേടുമെന്നാണ്. ഏതായാലും ആ പ്രതികരണത്തിൽ തൊട്ടു പിന്നാലെയാണ് എക്സിറ്റ് പോളുകൾ പുറത്തു വന്നത്. ആ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ NDAക്ക് തുടർച്ചയായ ഹാട്രിക് നൽകുന്നതായിരുന്നു എക്സിറ്റ് പോൾ ഫലങ്ങൾ. പ്രത്യേകിച്ച് BJPയുടെ ഇത്തവണത്തെ മുദ്രാവാക്യം തന്നെ 400-ന് മുകളിൽ സീറ്റുകൾ നേടുമെന്നാണ്. പക്ഷേ ഈ പുറത്തു വന്ന സർവേകളിൽ 3 സർവേകളെങ്കിലും BJPക്ക് 400-നടുത്ത് സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട്. അതായത് 370 മുതൽ 400 സീറ്റ് വരെ BJPക്ക് NDAക്ക് ലഭിക്കാം എന്ന പ്രവചനം നടത്തിയിരുന്നു. അതുമാത്രമല്ല, ഏതാണ്ട് 10 സർവേകൾ BJPക്ക് NDA സഖ്യത്തിന് 350 സീറ്റുകൾ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് തുടർച്ചയായ 3-ാം തവണയും
കേന്ദ്രത്തിൽ BJP തന്നെ അധികാരത്തിലെത്തുമെന്ന് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്ന് തന്നെയായിരുന്നു പ്രവചനങ്ങൾ. ഏതായാലും നിലവിലെ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ കോൺഗ്രസ് തള്ളിക്കളയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ചർച്ചകളിലൊന്നും തന്നെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തില്ല. ഈ എക്സിറ്റ് പോൾ ചർച്ചകളൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വം ബഹിഷ്കരിക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്ന പ്രതികരണമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ശശി തരൂർ തന്നെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കും, BJP അക്കൗണ്ട് തുറക്കുമെന്നായിരുന്നു ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നത്. അപ്പോൾ ശശി തരൂർ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ഒട്ടും ശാസ്ത്രീയമല്ല ഈ എക്സിറ്റ് പോളുകൾ എന്ന പ്രതികരണം ശശി തരൂരിന്റെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. ഏതായാലും എക്സിറ്റ് പോളുകൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റം BJP നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ BJPയുടെ ഒരു മുന്നേറ്റം പ്രകടമാണ്. കേരളത്തിൽ 3 സീറ്റുകൾ വരെ കിട്ടും എന്ന പ്രവചനം എക്സിറ്റ് പോളുകൾ നടത്തുന്നുണ്ട്. ജൂൺ 4 മുതൽ അമിത്ഷായ്ക്കും മോദിക്കും പണി ഉണ്ടാകില്ലെന്ന് ഖാർഗെ നടന്നുകൂടായികയൊന്നുമില്ല. മാറിയ കാലമാണ്, നടന്നുകൂടായികയില്ല. ഇന്ത്യയെ ഇത്തവണ വരാനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ തവണത്തേലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതിനല്ലാതെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്തവണ ഇന്ത്യ വരില്ല, ഉറപ്പ്. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. അല്ല, അപർണ എന്തായാലും 4-ാം തീയതി തട്ടേ കയറാൻ പോവാണ് അല്ലേ? അപ്പൊ ബെറ്റ് ആവുകയാണെങ്കിൽ ആ തട്ടയിൽ വെച്ച് എന്ത് ചെയ്യുന്നു പറയാം. ബെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ കാവി വസ്ത്രം വെച്ച് രുദ്രാക്ഷം ഇട്ട് ഞാൻ അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. എനിക്ക് വേണം മീശ അടിച്ച് വാർത്ത വായിക്കാതെ വേണമെങ്കിൽ എനിക്ക് പറയാം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തൊപ്പി വെച്ച് വേണം വാർത്ത വായിക്കാം. വേണോ? തൊപ്പി വെച്ച് വാർത്ത വായിക്കാം. ഒരു സംശയവും ഇല്ല. ഇതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കാവി ഡ്രസ് ഇട്ട് വായിക്കും. തൊപ്പി നിലമ്പൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി യുവാവിന് പരിക്ക്. പോത്തുകൽ മുണ്ടേരി തണ്ടൻകല്ല് കോളനിയിലെ രാജേഷിനാണ് പരിക്കേറ്റത്. സാരമായി പരിക്കേറ്റ രാജേഷിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാലിയാർ പുഴയുടെ മാളകം കടവിൽ വെച്ച് ശനിയാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത്. റോയൽ എൻഫീൽഡ് ഓടിച്ച് സാഹസിക പ്രകടനം നടത്തുന്നതിലൂടെ പ്രസിദ്ധയായ ആളാണ് പാലക്കാട് ചിറ്റിലഞ്ചേരി സ്വദേശിനി ആർ സന്ധ്യ. റിപ്പബ്ലിക് പരേഡിലെ സന്ധ്യയുടെ ബുള്ളറ്റ് പ്രകടനം ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. സാഹസിക പ്രകടനങ്ങളെക്കുറിച്ച് സന്ധ്യ പറയുന്നു. ആക്ച്വലി ഞാൻ 4 വർഷമായി SSBയിൽ ജോയിൻ ചെയ്തിട്ട്. പാരാമിലിറ്ററി ഫോഴ്സാണ് ഞാൻ. ട്രെയിനിങ് സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ബൈക്ക് ടീമിൽ ജോയിൻ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ബൈക്ക് ടീമിൽ ജോയിൻ ചെയ്തത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആനിവേഴ്സറിക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബൈക്ക് ഡെമോ ഒക്കെ നടത്താറുള്ളത്. അപ്പോൾ ഈ വർഷം ആദ്യമായിട്ടാണ് നാരിശക്തിയെ മുൻനിർത്തിക്കൊണ്ട് ജാനുവരി 26 റിപ്പബ്ലിക് ഡേ പരേഡിൽ പെൺകുട്ടികൾക്ക് നല്ലൊരു ചാൻസ് കിട്ടുന്നത്. നല്ലൊരു ഗോൾഡൻ ചാൻസ് തന്നെ ആയിരുന്നു എനിക്ക്. ഫസ്റ്റ് ടൈം തന്നെ ഞാൻ ബൈക്ക് ടീമിൽ ജോയിൻ ചെയ്തതിന് ശേഷം നല്ലൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു എനിക്ക് രാജ്പഥിൽ പരിപാടി അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. ആ ഒരു നല്ലൊരു സിറ്റുവേഷൻ ആയിരുന്നു. അവിടെ ഒരു 3 മാസത്തോളം പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഡൽഹിയിലും ഹരിയാനയിലും ആയിട്ടായിരുന്നു പ്രാക്ടീസ്. അപ്പോൾ എല്ലാ പാരാമിലിറ്ററി ഫോഴ്സിലുള്ള ഗേൾസ് ആയിരുന്നു അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നത്. 262 ഗേൾസ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു അത്. അപ്പോൾ എൻ്റേതെന്ന് പറയുന്ന ഒരു സിംഗിൾ ഇവൻ്റ് ആയിരുന്നു. ലാഡർ വെച്ചിട്ട് മുകളിലോട്ട് കയറുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു, ബുള്ളറ്റിൽ ലാഡർ ഫിറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ആ ഇവൻ്റ് മാത്രം 1.5 മാസത്തോളം പ്രാക്ടീസ് ചെയ്തിരുന്നു. കുറച്ച് വീഴ്ചകൾ ഉണ്ടായെങ്കിലും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ലാസ്റ്റ് ടൈം വരെ നല്ലപോലെ ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നത്. ഒരുപാട് നല്ലൊരു ചാൻസ് തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഫസ്റ്റ് ടൈമായിരുന്നു ഞാൻ ബൈക്ക് ടീമിൽ ജോയിൻ ചെയ്തു. അതിൽ തന്നെ എനിക്ക് നല്ല ജാനുവരി 26 ഇത്രയും പ്രമുഖ വ്യക്തികൾക്ക് മുന്നിൽ ഇത്രയും നല്ലൊരു ഷോ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ ഇത്രയും എൻ്റെ ഏതൊരു സക്സസ് ഉണ്ടെങ്കിലും ഞാൻ അത്രയും സക്സസ് ആയി പോകുന്നത് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ്.
എൻ്റെ അച്ഛൻ, അമ്മ, ഏട്ടൻ, ചേച്ചി, അവരുടെ ഫാമിലീസ്, അങ്ങനെ ഒരുപാട് പേര് നല്ല സപ്പോർട്ടുണ്ട്. എൻ്റെ വീട്ടുകാരെ പോലെ തന്നെയാണ് എൻ്റെ നാട്ടുകാരും നല്ല സപ്പോർട്ടായിരുന്നു. ഞാൻ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തതിന് തുടങ്ങി എൻ്റെ ലാസ്റ്റ് ടൈം വരെ എല്ലാവരും എപ്പോഴും വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു, എല്ലാവരെയും നല്ല സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നല്ല സക്സസ് ആയിട്ട് അത് ചെയ്യാൻ പറ്റിയത് എനിക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം ഗ്രാമിന് 6635, പവന് 53,080. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5525, പവന് 44,200. വെള്ളി ഗ്രാമിന് 97, കിലോയ്ക്ക് 97,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.